അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണവും സെവൻസിനോടൊപ്പം. കൊച്ചി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തോപ്പുംപടി സി സേവ്യർ ഹാളിലാണ് ഓണാഘോഷ പരിപാടികൾ നടന്നത്. ഓണാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് VP ശ്രീലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KB സലാം ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സർക്കാരിൻ്റെതായിട്ടുള്ള എല്ലാ പരിപാടികളും വേണ്ടെന്ന് വെച്ചു. അതിന്റെ കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കൊച്ചി പ്രസ് ക്ലബ്ബ് എല്ലാ വർഷവും ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ ദുരന്തം ഉണ്ടായില്ലെങ്കിലും ഇങ്ങനെ ഒരെണ്ണം ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പരിപാടി നടന്നത്. മാത്രമല്ല പ്രസ് ക്ലബ്ബ് സാധാരണ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത് നേരത്തെ സമൂഹത്തിലെ മറ്റു മേഖലകളിലും കൂടി വിളിക്കുമായിരുന്നു. പക്ഷെ നമ്മളൊരു സ്ഥിതിവിശേഷമൊക്കെ ഉള്ള കുറേ നാളുകളായിട്ട് വലിയ പ്രയാസത്തിലായതുകൊണ്ടിട്ട് പത്രപ്രവർത്തകർ തന്നെ കൂടിയിരുന്ന് ഓണം ആഘോഷിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. VD മജീന്ദ്രൻ, സേവ്യർ രാജു, MM സലീം, S കൃഷ്ണകുമാർ, KK റോഷൻകുമാർ, ഒറിജൻ ബെല്ലോ, സ്മിത ബഷീർ, ഇന്ദു ജ്യോതിഷ്, ജോസഫ് വെണിക്കുളം, അനന്തു ചന്ദ്രബാബു, അസീം ഹംസ, കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, CS ഷിജു, TC ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണമായാലും റംസാനായാലും ക്രിസ്മസ് ആയാലും ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാനായിട്ട് പ്രസ് ക്ലബ്ബ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ കൂട്ടായ്മയിലൂടെ തന്നെയാണ് അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിക്കുന്നത്. വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നാട് പോകുന്നതെങ്കിലും വളരെ ചെറിയ രീതിയിൽ തന്നെ ഈ ഓണം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രസ് ക്ലബിന് നന്ദി അറിയിക്കുകയാണ്. ഓണാഘോഷ പരിപാടികളൊക്കെ വെട്ടിക്കുറച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത് വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കാറുള്ളതിനും വിഭിന്നമായി വളരെ ചെറിയ തോതിലാണ് ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിലും ഓണത്തിൻ്റെ പേരിൽ ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച കൊച്ചിൻ പ്രസ് ക്ലബിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. തുടർന്ന് ഓണസദ്യയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.